ബയേഴ്സിൽ നിന്ന് സെല്ലേഴ്സിലേക്കും സെല്ലേഴ്സിൽ നിന്ന് ബയേഴ്സിലേക്കുമുള്ള ഷെയറിന്റെ ട്രാൻസാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ട്രേഡ്. മാർക്കറ്റ് ഡെപ്ത്. ഈ മാർക്കറ്റ് ഡെപ്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ലിമിറ്റ് ഓർഡർ ബൈ, റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ലിമിറ്റ് ഓർഡർ സെൽ. മേ ബി ഈ ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാം ടാർഗറ്റ് ബുക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതോ ആകാം. ലിമിറ്റ് ഓർഡറിനേക്കാൾ ഉപരി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് മാർക്കറ്റ് ഓർഡേഴ്സ് ആണ്. ഈ ഒരു മാർക്കറ്റ് ഡെപ്ത് ഉള്ളപ്പോൾ 2000 ക്വാണ്ടിറ്റിയുടെ ഒരു മാർക്കറ്റ് സെല്ല് ഞാൻ പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഞാൻ സെല് ചെയ്യുമ്പോൾ അത് നേരെ ആരുടെ അടുത്തേക്കാ പോവാ? ബയേഴ്സിന്റെ അടുത്തേക്കാ പോവാ. അപ്പൊ അത് എങ്ങനെയാ പോവാ? 2 ക്വാണ്ടിറ്റി നമുക്ക് 192, 98 പോവും. 177 ക്വാണ്ടിറ്റി 192, 95 പോവും. 413 ക്വാണ്ടിറ്റി 192, 94 പോവും. 76 ക്വാണ്ടിറ്റി 192, 93 പോവും. 1031 ക്വാണ്ടിറ്റി 192, 91 പോവും. അടുത്തത് 301 ക്വാണ്ടിറ്റി. ഇനി എനിക്ക് 301 ക്വാണ്ടിറ്റി മതി. അപ്പൊ ആ 301 ക്വാണ്ടിറ്റി 192, 90 പോവും. അങ്ങനെ എന്റെ മൊത്തം 2000 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയി. അപ്പൊ ഈ 2000 ക്വാണ്ടിറ്റി 6 ട്രേഡ് ആയിട്ടാണ് എക്സിക്യൂട്ട് ആയത്. ചില ആളുകൾക്ക് സംശയമുണ്ട്, ഞാൻ ഒരു ഒറ്റ ഓർഡർ ആണല്ലോ പ്ലേസ് ചെയ്തത്, അതെങ്ങനെ ഇത്രയും വെവ്വേറെ ഓർഡർ ആയി എന്നുള്ളത്. ഇത് മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഡെപ്തിനനുസരിച്ചിട്ടാണ് ആ ഓർഡർ വീഴുന്നത്. അപ്പൊ ഇവിടെ 6 ട്രേഡായി. ഈ 6 ട്രേഡിനും നമ്മൾ ബ്രോക്കറേജ് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റ് ഓർഡർ സെല്ല് ഞാൻ 2000 ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് 192, 98 നിന്നും 192, 90 താഴ്ന്നു. 8 പൈസ താഴ്ന്നു. അതായത് വെറും 3,85,838 രൂപ 12 പൈസയുടെ ഒരു മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്തപ്പോഴേക്കും ഇതിന്റെ പ്രൈസ് 8 പൈസ താഴ്ന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴും. ഈ ഒരു മാർക്കറ്റ് ഡെപ്തില് നമ്മൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ 8 ട്രേഡുകളിലായി ഇതിന്റെ പ്രൈസ് 193.3 നിന്നും 193.10 7 പൈസയുടെ ഡിഫറൻസ് ഉണ്ടായി. 3,86,155 രൂപ 93 പൈസയുടെ ഒരു മാർക്കറ്റ് ഓർഡർ ഇതിനെ വ്യത്യാസത്തിൽ എത്തിച്ചു. മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിൽ മാർക്കറ്റ് ഓർഡേഴ്സിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ബൈ ഓർഡേഴ്സിനെ നമ്മൾ അഗ്രസീവ് ബൈ ഓർഡേഴ്സ് എന്നും മാർക്കറ്റ് സെൽ ഓർഡേഴ്സിനെ നമ്മൾ അഗ്രസീവ് സെൽ ഓർഡേഴ്സ് എന്നും വിളിക്കുകയാണ്. ഈ അഗ്രസീവ് ബൈ ഓർഡേഴ്സ് സെൽ ഓർഡേഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ബയേഴ്സ് കൂടുതലും, അപ്പൊ ട്രെൻഡിങ് ബൈ സൈഡ് ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുപോലെ അഗ്രസീവ് ബൈ ഓർഡേഴ്സ് അഗ്രസീവ് സെൽ ഓർഡേഴ്സിനേക്കാൾ കുറവാണെങ്കിൽ, സെല്ലേഴ്സ് ആണ് കൂടുന്നതെങ്കിൽ ട്രെൻഡ് താഴേക്കാണ് എന്നും നമ്മൾ ഒരു അനുമാനത്തിലെത്താണ്. ഇങ്ങനെ നമ്മൾ മാർക്കറ്റിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന ഈ ഒരു സെഗ്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർഡർ ഫ്ലോ അനാലിസിസ്. ഈ ഓർഡർ ഫ്ലോ അനാലിസിസും സിംപ്ലി ചാർട്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഈ ചാർട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ക്യാൻഡിൽ ചാർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ക്യാൻഡിൽ ചാർട്ട് ഓർ മേ ബി ബാർ ചാർട്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ടിന്റെ ഇടത് ഭാഗത്ത് അഗ്രസീവ് സെൽ ഓർഡേഴ്സും വലത് ഭാഗത്ത് അഗ്രസീവ് ബൈ ഓർഡേഴ്സും, അതായത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ മാർക്കറ്റ് സെൽ ഓർഡേഴ്സും റൈറ്റ് സൈഡിൽ മാർക്കറ്റ് ബൈ ഓർഡേഴ്സും നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കും. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ഇങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി ഇതിലെ കൺസെപ്റ്റ് വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്. ഈ റെഡ് ക്യാൻഡിലിൽ ടോട്ടൽ 26.63K ബയേഴ്സും 245.8K സെല്ലേഴ്സും ആണുള്ളത്. അപ്പൊ ഇവിടെ ആരാ കൂടുതൽ? സെല്ലേഴ്സ് ആണ് കൂടുതൽ. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ സെല്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മാർക്കറ്റ് ട്രെൻഡിങ് ഡൗൺ ആണ് എന്ന് അനുമാനിക്കും. ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസസ് നോക്കാം. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിലില് 900 ബയേഴ്സേ ഉള്ളൂ. 27.6K സെല്ലേഴ്സ് ഉണ്ട്. സെല്ലേഴ്സ് കൂടുതലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. അപ്പോ ഇനി ട്രെൻഡിങ് അപ്പ് ആയിരിക്കും അടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോൾസ് ബ്രേക്ക്ഔട്ടിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഫോൾസ് എൻട്രിയിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. മേ ബി മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം, എങ്കിലും സെല്ലേഴ്സ് ആണ് കൂടുതൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയുള്ള ഒരു സ്പെഷ്യൽ കേസ് ആണ് ഒരു റെഡ് ക്യാൻഡിൽ. ഈ റെഡ് ക്യാൻഡിൽ പക്ഷെ 28.95K ബയേഴ്സിനെയാണ് കാണിക്കുന്നത്. വെറും 2.63K സെല്ലേഴ്സേ ഉള്ളൂ. അപ്പൊ ബയേഴ്സ് കൂടുതലുള്ള, ഓക്കെ, അപ്പൊ ഈ ക്യാൻഡിൽ താഴേക്കുള്ള ഒരു ബ്രേക്ക്ഔട്ട് ആണ് കാണിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമുക്കതൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ആയേക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു റോങ് എൻട്രിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത
നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡർ ഫ്ലോ അനാലിസിസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പെട്ടെന്ന് മനസ്സിലാവാനുള്ളത്. ഇതിൽ കൺസെപ്റ്റുകൾ ഡിഫറെന്റ് ആണ്. ഇതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിനെ പറ്റി കൂടുതലായി പഠിക്കുന്ന വീഡിയോ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.